വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും അമേരിക്ക തൂക്കിക്കൊണ്ടുപോയി. അടുത്തത് ഇതാ ഖാംനേയിയാണ്, ഇറാനെയാണ് അടുത്തതായിട്ട് ട്രംപ് ചട്ടിയിലാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കലും വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഇങ്ങനെ തുടരുകയാണ്. ഇറാൻ ഇതിന് കൃത്യമായിട്ട് മറുപടി ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇറാൻ ഇതിന് കൃത്യമായിട്ട് കൊടുക്കുന്നൊരു മറുപടി എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ മൂപ്പിലാന്മാരോട് ചോദിച്ചു നോക്കൂ എന്താണ് ഇറാന്റെ പോരാട്ട വീര്യം, എന്താണ് ചരിത്രം എന്നാണ്. ഇറാന്റെ മറുചോദ്യം, ഖാംനേയിയുടെ ഓഫീസിന്റെ മറുചോദ്യം, നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരോട് മൂപ്പിലാന്മാരോട് ചോദിച്ചു നോക്കൂ ഇറാൻ ആരാണ് എന്താണ് എന്നുള്ളതാണ് ഇറാന്റെ മറുപടി. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത നമുക്ക് ലഭിക്കുന്ന വിവരം, 400 യൂണിറ്റുകൾ IRGCയുടെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ 400 യൂണിറ്റുകൾ ഏത് സാഹചര്യത്തെയും നേരിടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു ഇറാനിൽ. എവിടെ നിന്ന് ഒരു ചെറുവിരൽ ഇറാന് നേരെ അനങ്ങിയാലും അതിനെ ചെറുക്കാനുള്ള അതിശക്തമായ സംവിധാനവുമായി ഇറാൻ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഖംനേയിയുടെ ഓഫീസ് വിശദീകരിക്കുന്ന ചില കാര്യങ്ങൾ. അതിലൊന്ന് അവർ പറയുന്നത് വെച്ചാൽ, ഈ സിംഹത്തിന്റെ വാലിൽ പിടിച്ച് കളിക്കരുത് എന്നാണ്. ഇപ്പോ വെനസ്വേലയിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ കൊളംബിയയെ ഭീഷണിപ്പെടുത്തുന്ന പോലെയൊന്നും ഇറാനിലേക്ക് വന്ന് ഖാംനേയെയും ഇറാനെയൊന്നും ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കരുത്. അതൊന്ന്, അതായത് സിംഹത്തിന്റെ വാലിൽ പിടിച്ച് കളിക്കരുത് എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, തീയോട് കളിക്കരുത്. തീയോട് കളിച്ചാൽ പൊള്ളും. തീയോട് കളിച്ചാൽ പൊള്ളുമെന്ന് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഒടുവിൽ മനസ്സിലായിട്ടുള്ളത് ഇസ്രയേലിനാണ്. നമുക്കറിയാം 7 മാസം മുമ്പത്തെ 12 ദിവസ യുദ്ധത്തിൽ തന്നെ നെതന്യാഹുവിനും ഇസ്രയേലിനും ട്രംപിനും ഒക്കെ മനസ്സിലായിട്ടുണ്ട് ഇറാനോട് കളിച്ചാൽ എന്തായിരിക്കും സാഹചര്യമെന്ന്. അപ്പോൾ അതിന്റെ ഒരു കേടുവാട്ടം മാറിയിട്ട് പോരെ പുതിയ ആക്രമണം എന്നാണ് ഇറാൻ ചോദിക്കുന്നത്. ഈ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഏത് നിമിഷവും ഇറാനിലേക്ക് ഇസ്രായേൽ അടിക്കുമെന്നും അതിന് ട്രംപിന്റെ എല്ലാവിധമായ പിന്തുണ ഉണ്ടാകുമെന്നും അതിന് എല്ലാ കോപ്പും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഒക്കെ പറയുമ്പോൾ, എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് തികച്ചും വ്യത്യസ്തമായ വിരുദ്ധമായ മറ്റൊരു കാര്യമാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ ആർമി റേഡിയോ, ഇസ്രായേലിലെ ചാനലുകളൊക്കെ തന്നെയാണ്. ഔദ്യോഗികമായ സംവിധാനങ്ങൾ തന്നെ പുറത്തുവിടുന്ന വാർത്തയാണ്. ആ ടെലിഫോൺ സംഭാഷണത്തിൽ വ്ളാഡിമിർ പുടിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ടെഹ്റാന് ഒരു സന്ദേശം കൈമാറണം, ടെല്ലവീവിൽ നിന്ന് ടെഹ്റാന് ഒരു സന്ദേശം കൈമാറണം. ആ സന്ദേശം മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് ഇറാനെ ആക്രമിക്കാനുള്ള യാതൊരു പ്ലാനോ പദ്ധതിയോ ഇപ്പോഴില്ല. അവിടെ ഏതെങ്കിലും തരത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളെ കൂടുതൽ അതിന് വ്യാപ്തി കൂട്ടാനുള്ള എന്തെങ്കിലും ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഞങ്ങളുടെ ലക്ഷ്യമല്ല. അതിനപ്പുറത്ത് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അതിവേഗം പരിഹരിച്ചു പോകണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യമെന്നാണ് നെതന്യാഹു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞതായി ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു ആഖ്യാന യുദ്ധം നടക്കുന്നുണ്ട്, ഒരു നറേറ്റീവ് വാർ നടക്കുന്നുണ്ട്. അത് വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനിലേക്ക് അമേരിക്ക ഇരച്ചു കയറാൻ പോകുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ഇതാ അടുത്ത സ്റ്റെപ്പായിട്ട് ഇറാനെ അടിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ ഒരു മറുപടി ഇലോൺ മസ്കാണല്ലോ എക്സിന്റെ ഉടമ ഇലോൺ മസ്കിന് ഖാംനേയിയുടെ ഓഫീസ് പ്രതിനിധി മെഹദി ഫസേലി കൊടുത്തിരിക്കുന്ന ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം ഈ ഇലോൺ മസ്കിന്റെ ചില വീരവാദങ്ങൾക്കടിയിൽ ഒരു 4 ചിത്രങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടാണ്, നിന്റെയൊക്കെ മുതുമുത്തച്ഛന്മാരോട് പോയി ചോദിക്കൂ ഇറാൻ ആരാണ് എന്ന് മനസ്സിലാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ചിത്രങ്ങൾ 1980-ലെ ഒരു ചിത്രം, 2016-ലെ ചിത്രം, 2020-ലെ ചിത്രം, 2025-ലെ ചിത്രം. ഏറ്റവും ഒടുവിൽ ഖത്തറിലെ അമേരിക്കൻ ബേസിലേക്ക് നടന്ന ആക്രമണം അടക്കം അൽ ഉദൈദ് പോർട്ടിലേക്ക് അല്ലെങ്കിൽ ബേസിലേക്ക് നടന്ന ആക്രമണത്തിന്റെ ചിത്രങ്ങളടക്കം പല ഘട്ടങ്ങളിലായി അമേരിക്ക പകച്ചുപോയ അമേരിക്കൻ സൈന്യത്തെ ഇറാൻ കിലികിലെ വിറപ്പിച്ച 4 ചിത്രങ്ങളാണ് ഈ ഔദ്യോഗികമായിട്ട് എക്സിന്റെ ഉടമ കൂടിയായ ഇലോൺ മസ്കിന്റെ പോസ്റ്റിന് താഴെ ഖാംനേയിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു ഓഫീസർ ഫസേലി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ പരമാധികാരം, ഞങ്ങളുടെ ഭൗമ അഖണ്ഡത, ഇതിനെല്ലാം ഒരു റെഡ് ലൈൻ ഉണ്ട്. ആ റെഡ് ലൈൻ ലംഘിച്ചു വരുന്ന ആരും അങ്ങനെ വെറുതെ പോകില്ല. ഓപ്പറേഷൻ റൈസിംഗ് ലയണുമായിട്ട് ഇറങ്ങിയ നെതന്യാഹുവിന്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പൊ അതൊരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ, അതായത് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇസ്രായേൽ, ഒപ്പം അമേരിക്കയും എന്ന നിലയിലാണ്
ഇറാൻ ഈ കാര്യങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത്. ഇപ്പോ ഇറാൻ മാത്രമല്ലല്ലോ ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഇപ്പൊ കൊളംബിയയിൽ ഗുസ്താവോ പെട്രോയെ പിടിച്ചകത്തിലും എന്ന് പറയുന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. അതുപോലെ മെക്സിക്കോക്കെതിരെ ട്രംപിന്റെ ഭീഷണിയുണ്ട്, ക്യൂബയ്ക്കെതിരെ ട്രംപിന്റെ ഭീഷണിയുണ്ട്. ഗുസ്താവോ പെട്രോയെ കുറിച്ച്, കൊളംബിയയുടെ പ്രസിഡന്റിനെ കുറിച്ച് നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. അദ്ദേഹം ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ധീരനായ അല്ലെങ്കിൽ ഏറ്റവും ആർജവമുള്ള ഭരണാധികാരിമാരിൽ ഒരാളാണ് ഗുസ്താവോ പെട്രോ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ചെയ്തൊരു വീഡിയോ, അതിന്റെ ലിങ്ക് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് പോസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടാൽ ആരാണ് ഗുസ്താവോ പെട്രോ, കൊളംബിയയുടെ പ്രസിഡന്റ് എന്ന് മനസ്സിലാകും. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ആയുധം എടുക്കണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്, ജീവിതത്തിൽ ഇനി ആയുധം ഏന്തരുത് എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്റെ ജന്മനാടിന് വേണ്ടി ആയുധം എടുക്കേണ്ടി വന്നാൽ ആയുധം എടുക്കും. ഗുസ്താവോ പെട്രോ ഈ ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം ഇവിടുത്തെ കുടിയേറ്റക്കാരെ എല്ലാം കൂടെ തിരിച്ച് ഈ വിമാനങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്കും അയച്ചല്ലോ. ഇന്ത്യയിലേക്കും അയച്ചു, അതുപോലെ കൊളംബിയയിലേക്കും അയച്ചു. കൊളംബിയയിലേക്ക് ട്രംപ് അയച്ച വിമാനങ്ങൾ തന്റെ മണ്ണിൽ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ കൊളംബിയയിലേക്ക് ആ വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റില്ല, താങ്കളുടെ ഔദാര്യം വേണ്ട. എന്റെ ജനങ്ങൾ അമേരിക്കയിൽ ഉണ്ടെങ്കിൽ, അവർ കുടിയേറ്റക്കാരാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് സ്വന്തമായി എന്റെ നാട്ടിൽ നിന്ന് ഞാൻ വിമാനങ്ങൾ അയക്കുമെന്ന് പറഞ്ഞിട്ട് കൊളംബിയക്കാർക്ക് വേണ്ടി അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെന്ന് ട്രംപ് ചാപ്പ കുത്തിയ ആ കൊളംബിയക്കാരെ തിരികെ കൊണ്ടുവരാൻ അമേരിക്ക അയച്ച വിമാനങ്ങൾ ഇവിടെ ഇറങ്ങണ്ട എന്ന് പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിനൊപ്പം തന്റെ സ്വന്തം വിമാനങ്ങൾ, സ്വന്തം രാജ്യത്തിന്റെ വിമാനങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തുകൊണ്ട് എന്റെ ആൾക്കാരെ ഇങ്ങ് തന്നേക്കൂ എന്ന് പറഞ്ഞ ധീരനായ ഭരണാധികാരിയാണ്. ആ സമയത്ത് ട്രംപിന് ഒരു തുറന്ന കത്ത് എഴുതുന്നുണ്ട് ഗുസ്താവോ പെട്രോ. ആ കത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ സത്യം പറഞ്ഞാൽ രോമം എഴുന്നേറ്റ് നിൽക്കും എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ സാധാരണ അച്ഛന് വിളിക്കുക അല്ലെങ്കിൽ തന്തയ്ക്ക് വിളിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്താണ്. മുതുമുത്തച്ഛനെ വരെയാണ്, ട്രംപിന്റെ മുതുമുത്തച്ഛനെ വരെ വിളിച്ചുകൊണ്ടാണ് ആ കത്ത്. ശരിക്കും ആ കത്തില് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊളംബിയയുടെ, അമേരിക്കയുടെ ഒക്കെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊളംബിയയുടെ ആ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രമൊക്കെ താങ്കളുടെ മുതുമുത്തച്ഛനായ കുടിയേറ്റക്കാരന് ചിലപ്പോൾ അറിയാൻ വഴിയില്ല എന്ന്. അതായത് ട്രംപിന്റെ മുതുമുത്തച്ഛനും അവരടങ്ങുന്ന വംശാവലിയാണ് യഥാർത്ഥ കുടിയേറ്റക്കാർ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഗുസ്താവോ പെട്രോ ആ പോസ്റ്റിൽ പറഞ്ഞത്. കൊർദോവ ഖിലാഫത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ അങ്ങേക്ക് എന്ന് ട്രംപിനോട് ചോദിച്ചു. കൊർദോവ ഖിലാഫത്തിന്റെയും കറുത്ത വർഗ്ഗക്കാരായ അടിമകളുടെയും പിന്മുറക്കാരാണ് ഞങ്ങൾ കൊളംബിയക്കാരെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. മഞ്ഞ ചിത്രശലഭങ്ങളുടെ കാമുകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഗുസ്താവോ പെട്രോ എത്ര കാവ്യാത്മകമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹം എഴുതുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ, അമേരിക്കയുടെ ചരിത്രം എന്താണെന്ന്, അധിനിവേശത്തിന്റെ അല്ലെങ്കിൽ ഈ കുടിയേറ്റത്തിന്റെ ചരിത്രം എന്താണെന്ന്, കൊളംബിയയുടെ ചരിത്രം എന്താണെന്നൊക്കെ മിസ്റ്റർ ട്രംപ് എന്ന് അഭിസംബോധന ചെയ്യുന്ന ആ കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഈ വെനസ്വേലയ്ക്ക് പിന്നാലെ അങ്ങ് കൊളംബിയയെ അങ്ങ് എടുക്കും, കൊളംബിയയെ തൂക്കുമെന്നൊക്കെ പറയുന്നതിനകത്തൊന്നും യാതൊരു കാര്യവുമില്ല. അവിടെ അന്തസ്സായിട്ട് ഇതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിക്കാൻ ശേഷിയുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ തൂക്കിക്കൊണ്ട് പോയാൽ പോലും ഞാനാണ് ജയിക്കുക, ഞാനാണ് വിജയിക്കുക. മുഴുവൻ അമേരിക്കക്കാർക്കും മുമ്പിൽ, മുഴുവൻ കൊളംബിയക്കാർക്കും മുമ്പിൽ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുന്ന കൊളംബിയയുടെ പ്രസിഡന്റിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കുന്നത് എങ്ങനെ? ഇനി ഇവിടെ നടക്കുന്ന ഈ നറേറ്റീവ് വാറിനെ കുറിച്ചാണ്, ആഖ്യാന യുദ്ധത്തെ കുറിച്ചാണ്. ആഖ്യാന യുദ്ധം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുതരം കുറേയധികം ഈ തിങ്ക് ടാങ്കുകളാണ്. നമ്മൾ തിങ്ക് ടാങ്കുകൾ എന്ന് പറയാനുള്ള ഈ ചിന്താ കേന്ദ്രങ്ങൾ, ബുദ്ധി കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള ബുദ്ധി കേന്ദ്രങ്ങളാണ് ഇറാൻ വിറയ്ക്കുന്നു, ഇറാനിലേക്ക് ഉടനെ ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഈ നറേറ്റീവുകളുമായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നറേറ്റീവുകൾ, അതുപോലെ തന്നെ മറ്റൊരു നറേറ്റീവ് അതിന്റെ കൂടെ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഇറാൻ ഇതാ വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്നു. അവിടെ 22-ലധികം പ്രവിശ്യകളിലേക്ക് ആ കലാപം ഇങ്ങനെ വീശിയടിക്കുന്നു. അവിടെ സിവിൽ വോറാണ്. അപ്പോ അതിനെക്കുറിച്ച് അവിടുത്തെ മാധ്യമങ്ങളും അവിടുത്തെ നിരീക്ഷകരും ഒക്കെ ചോദിക്കുന്നത്, 2019 അവിടുത്തെ പ്രക്ഷോഭം നിങ്ങൾ കണ്ടില്ലായിരുന്നോ? 2022 പ്രക്ഷോഭം കണ്ടില്ലായിരുന്നോ? ഈ കഴിഞ്ഞകാല പ്രക്ഷോഭങ്ങളെയൊക്കെ, സമീപകാല പ്രക്ഷോഭങ്ങളെയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് അത്ര വലിയ പ്രക്ഷോഭമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്ര വലിയ പണപ്പെരുപ്പത്തിനിടയിൽ, ഇത്ര വലിയ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലൊക്കെ അത്ര വലിയൊരു പ്രതിഷേധമൊന്നും അവിടെ നടക്കുന്നില്ല. മാത്രമല്ല അവിടുത്തെ സർക്കാരിന്, ഭരണകൂടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രകടനങ്ങൾ ഇറാനിലെമ്പാടും നടക്കുന്നുണ്ട്. ഇപ്പൊ ഇറാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഖത്തർ എന്നോ
ബഹ്റിൻ എന്നോ അല്ലെങ്കിൽ കുവൈറ്റ് എന്നൊക്കെ പറയുന്ന പോലുള്ള ചെറിയ ഈ ഭൂഗോളത്തിലെ ഈ കുത്തുകൾ പോലെയുള്ള ഡോട്ടുകൾ പോലെയുള്ള ഒരു രാജ്യമൊന്നുമല്ല, ഒരു വിശാലമായ രാജ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ഏതൊക്കെയോ ഒറ്റപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളെ, അതിപ്പോ ഏത് സർക്കാരിനെതിരെയും ഉണ്ടാകാറുണ്ടല്ലോ. അത് ഇസ്രയേലിലില്ലേ, ഇസ്രയേലിലല്ലേ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ രൂക്ഷമായ, ഇതിലും എത്രയോ രൂക്ഷമായ ആഭ്യന്തര കലാപമാണ്, പ്രത്യേകിച്ചും ഈ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എത്ര വർഷം നീണ്ട ആഭ്യന്തര കലാപത്തിന്റെ അന്തരീക്ഷമായിരുന്നു ഇസ്രയേൽ. ഇപ്പോഴും അവിടെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ ശാന്തമായിട്ടുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് സാധാരണഗതിയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന ഒന്നാണ് എങ്കിൽ പോലും അതിനെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇങ്ങനെ പെരുപ്പിച്ചു കാട്ടുകയും ഇവിടെ ഒരു പുതിയ ദേശീയത ഉദയം ചെയ്യുന്നുവെന്നും റാസ പഹ്ലാവിയെ തിരികെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പഹ്ലാവിയുടെ അനന്തര തലമുറയിൽപ്പെട്ട ആളിനെ തിരികെ കൊണ്ടുവരണമെന്നും ഭരണമാറ്റം വേണമെന്നും, റെജീം ചേഞ്ച് ആണല്ലോ, റെജീം ചേഞ്ച് വേണമെന്നും ഒക്കെയുള്ള ആവശ്യം ഇറാനികൾ ഉയർത്തുന്നു. ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ, പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെ പൊലിപ്പിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കാര്യമായ വലിയ പ്രതിഷേധങ്ങളൊന്നും അവിടെ ഇല്ല എന്നും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അന്തസ്സുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നും ഒക്കെ കൃത്യമായിട്ടും ഇറാന്റെ ഭരണകൂടം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി ആയത്തുള്ള അലി ഖമനേയി ഈ ഭീഷണികളെയൊക്കെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നിങ്ങൾക്കറിയാം. നേരിട്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണ്ടല്ലോ. ഈ കളിയൊന്നും ഇങ്ങോട്ട് വേണ്ട. ഞങ്ങളുടെ റെഡ് ലൈൻ, ആ റെഡ് ലൈൻ മുറിച്ച് കടന്ന് ഏതവൻ ഇങ്ങോട്ട് വന്നാലും പണി വാങ്ങിച്ചുകൊണ്ടേ തിരിച്ചു പോകുമെന്ന് കൃത്യമായിട്ടും ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം ഈ പറയപ്പെടുന്ന ആഖ്യാനങ്ങളിലൊന്നും നിലവിൽ വലിയ വസ്തുതയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോ ഈ വെനസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയെയും അർദ്ധരാത്രിയിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു ലോകത്ത് അതിനൊരു ലോകക്രമമുണ്ട്. അങ്ങനെ ഒരു ജനാധിപത്യ ഒരു ബോധം പരസ്പരം രാജ്യങ്ങളെല്ലാം വെച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിൽ, അങ്ങനെ ഒരു ലോകത്ത് മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും ഭാര്യയെയും രാഖിരാമാനം അവരുടെ പാലസിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടു പോവുക, അവിടെ അവരുടെ കോടതിയിൽ വിചാരണ നേരിടണമെന്ന് പറയുക, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു. 33 വർഷം മുമ്പ് പനാമയുടെ സർവ്വസൈന്യാധിപനെ ഇവര് തൂക്കിക്കൊണ്ടു പോയതുപോലെ അത് അന്ന് ജോർജ് ബുഷ് ആയിരുന്നെങ്കിൽ ഇന്ന് ട്രംപാണ്. അപ്പോൾ ഈ സമയത്ത് വളരെ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ഹ്യൂഗോ ഷാവേസിന്റെ, വെനസ്വേലയുടെ മുൻ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിന്റെ ഒരു പ്രസ് ബ്രീഫിംഗ് ആണ്, പത്രസമ്മേളനമാണ്. അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ, ഏറ്റവും ക്രൂരത ഈ മാനവരാശിയോട് കാണിച്ചിട്ടുള്ള ഏക രാജ്യം അത് അമേരിക്കയാണ് എന്നാണ്. അമേരിക്കയോളം പോകുന്ന ക്രൂരത അത് സങ്കല്പിക്കാനും കഴിയാത്ത വിധമുള്ള, സങ്കല്പത്തിനും അപ്പുറമുള്ള ഒന്നാണെന്ന് ഹ്യൂഗോ ഷാവേസ് പറയുന്നു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സദ്ദാം ഹുസൈന്റെ അവസാന നാളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹവും ക്യൂബയിലെ ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയുമായി ഇങ്ങനെ സംസാരിക്കുമ്പോൾ കാസ്ട്രോ ചോദിച്ചു അത്രേ, നാളെ നമുക്കും സദ്ദാമിന്റെ ഗതി തന്നെ വരില്ലേ ഷാവേസ്? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ഇതുപോലെ ഏതെങ്കിലും ഹാളിൽ പോയി, ഏതെങ്കിലും തുരങ്കത്തിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നൊക്കെ പ്രവചന സ്വഭാവത്തോടെയാണ് ഷാവേസിനെ അമേരിക്ക ഇതുപോലെ തൂക്കിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് ഹ്യൂഗോ ഷാവേസിന് നന്നായി അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് ഒരു ഡ്രഗ് കാർട്ടലർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മയക്കുമരുന്നിന്റെ കണ്ണിയാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് എന്നൊക്കെയുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരിക്കും അമേരിക്ക തന്നെ തൂക്കിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം പിടിച്ചുകൊണ്ടുപോവുക എന്നൊക്കെ തനിക്ക് കൃത്യമായിട്ടും വിവരം കിട്ടിയിരുന്നു എന്നൊക്കെ അദ്ദേഹം ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒളിവിൽ പോകാനോ ഒളിച്ചിരിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ടും ഞാൻ പോരാട്ടത്തിന്റെ ഫോർഫ്രണ്ടിൽ നിന്നുകൊണ്ട്, മുന്നണിയിൽ നിന്നുകൊണ്ട് പൊരുതി മരിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ ഷാവേസിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാകുന്നുണ്ട്. പഴയ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം. La nación más agresora en la historia de la humanidad. Se atrevieron a lanzar bombas atómicas sobre ciudades indefensas. Allí están Hiroshima y Nagasaki. അപ്പോൾ നിലവിൽ ഇത്രയധികം ഈ മറ്റ് രാജ്യങ്ങളോട്, ഇതര രാജ്യങ്ങളോട്, ഇപ്പൊ മെക്സിക്കോയുടെ പ്രസിഡന്റിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ട്രംപ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇദ്ദേഹം സ്കൂളിൽ കോളേജിൽ വല്ലതും പഠിക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അവർ ഒരു നല്ല സ്ത്രീയാണ്, അവരെന്റെ നല്ല സുഹൃത്താണ്, പക്ഷെ അവർക്ക് ഭരിക്കാൻ അറിയില്ല, അവർ ഭരിക്കുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.
അതുപോലെ വെനസ്വേലയെ ഞങ്ങൾ ഏറ്റെടുക്കും. വെനസ്വേല ഏറ്റെടുക്കുന്നതിനാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യം, അല്ലെങ്കിൽ എണ്ണ സമ്പത്തുള്ള രാജ്യം, അതുപോലെ സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യം. അങ്ങനെ ഒരു രാജ്യത്തെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് അധികാരം ഒഴിയാനിരുന്ന സമയത്ത് വെനസ്വേല ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ വീണ്ടും എനിക്ക് ആ സമയത്ത് അധികാരം കിട്ടിയിരുന്നെങ്കിൽ വെനസ്വേലയെ നമ്മൾ ഏറ്റെടുത്തേനെ, അവിടുത്തെ ധാതു സമ്പത്തും എണ്ണയും മുഴുവൻ നമുക്ക് കിട്ടിയേനെ. അപ്പൊ എണ്ണയ്ക്കും ധാതു സമ്പത്തിനും ഒക്കെ വേണ്ടി രാജ്യങ്ങളെ പിടിച്ചെടുക്കുക, കുറേയധികം ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ അസ്ഥിരപ്പെടുത്തുക, തലമുറകളെ അസ്ഥിരപ്പെടുത്തുക. നമ്മുടെ മുമ്പിലുണ്ടല്ലോ അമേരിക്ക ഇത്തരത്തിൽ കൂട്ടനശീകരണായുധങ്ങളുടെ പേരിൽ ഇറാഖിൽ നടത്തിയ വലിയ പ്രകമ്പനങ്ങളും യുദ്ധവും അതിന്റെ കെടുതികളുമൊക്കെ. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ലിബിയ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ഈ ലിബിയനൈസേഷൻ, അങ്ങനെ എന്തൊരു വാക്കാണ് ഇറാനിലെ ചില മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലിബിയയിലെ ഗദ്ദാഫിയെ പോലെയൊക്കെ ഈ ഇറാനെയും തീർത്തുകളയാനുള്ള പരിപാടി ട്രംപിനും, അങ്ങനെ ഒരു സ്വപ്നം ട്രംപിനും നെതന്യാഹുവിനും ഉണ്ട്. സ്വപ്നം ഗംഭീരമായ സ്വപ്നമാണ്. പക്ഷെ അതൊന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരരുതേ. കുറഞ്ഞ പക്ഷം 7 മാസം പിറകിലേക്ക് നോക്കിയാൽ മതി. ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെടും. നിങ്ങൾക്ക് 3 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ ആണവ പദ്ധതി മുഴുവനായിട്ട് നശിപ്പിക്കാൻ നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു, നടന്നില്ല. 2, ഞങ്ങളുടെ മിസൈൽ ആയുധ ശേഖരം അതിന് കൃത്യമായിട്ട് തടയിടുക, അത് നശിപ്പിക്കുക എന്ന് പറയുന്ന 2ാമത്തെ ലക്ഷ്യം ഉണ്ടായിരുന്നു, അതും നടന്നില്ല. 3ാമത്തെ ലക്ഷ്യമായിരുന്നു റെജീം ചേഞ്ച്, ഭരണമാറ്റം, അതും നടന്നില്ല. 3 കാര്യങ്ങളും നടന്നില്ല. 12 ദിവസം കൊണ്ട് ഓടി തിരിച്ചുപോയി. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇറാനെ ഇസ്രയേൽ ഇത് അടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണയോടെ വെനസ്വേലൻ മോഡലിൽ ഇറാനിലേക്ക് ഖാംനെയെ തൂക്കിക്കൊണ്ടു പോകാൻ വരുന്നു എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള ആഖ്യാതാക്കൾ ഈ സമീപകാല ചരിത്രമെങ്കിലും ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അതുപോലെ അമേരിക്ക വേഴ്സസ് ഇറാൻ എന്ന് പറയുന്ന ആ ബല പരീക്ഷണത്തിൽ, ആ ബലാബലത്തിൽ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിനിടയ്ക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു 10-35 കൊല്ലത്തിനിടയ്ക്ക് എന്തൊക്കെയാണ് നടന്നത്, ചരിത്രം എന്തൊക്കെയാണ് എന്നുകൂടി വായിച്ച് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നല്ലതാണ് എന്നാണ് ഇറാന് നമ്മളോട് പറയാനുള്ളത്.